ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സച്ചിയുടെയും അച്ചുവിൻ്റെയും ബന്ധം വേർപെടുത്തി കഴിഞ്ഞതിന് ശേഷവും സച്ചേട്ടൻ കെട്ടിയ ഈ താലി ഞാൻ കഴുത്തിൽ അണിഞ്ഞോട്ടെ എന്ന് സച്ചിയോട് അപേക്ഷിക്കുകയാണ് അച്ചു. കരഞ്ഞുകൊണ്ട് അച്ചു പറയുന്നു, കഴുത്തിൽ അണിഞ്ഞ താലി പൊട്ടുമ്പോഴും തിരുനെറ്റിയിലെ സിന്ദൂരം മായുമ്പോഴോ സച്ചേട്ടാ ഒരു പെണ്ണ് യഥാർത്ഥത്തിൽ മരിക്കുന്നത്? പക്ഷേ എനിക്ക് ജീവിക്കണം, സച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് തന്നെ. ഇവിടുന്ന് പോയാൽ പിന്നെ ഈ താലിയുടെ അവകാശവും പറഞ്ഞ് ഒരിക്കൽ പോലും ഞാൻ ഈ നട ചവിട്ടില്ല. സത്യം. സച്ചി പറയുന്നു, അർച്ചന, എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനിയുള്ളത് ഒരു മാസമായാലും ഒരു ദിവസമായാലും ഒരു മണിക്കൂറായാലും നമ്മുടെ ഇപ്പോഴുള്ള ഈ ജീവിതം ജീവിച്ചു തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞാൽ പോകേണ്ടവർ പോവണം, വരേണ്ടവർ വരുമെന്ന് ഇപ്പോഴും എനിക്കൊരു നിശ്ചയമില്ല. എന്നാലും നമ്മൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്തതിൽ ഇനിയൊരു വെട്ടിത്തിരുത്തലിൻ്റെ ആവശ്യമില്ല. ആ തീരുമാനത്തിന് വിപരീതമായി ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കണ്ണകന്നാൽ മനസ്സകന്നു എന്നല്ലേ പറയുന്നത്? കണ്ണുകൾ അകലുമ്പോൾ മനസ്സ് പാകപ്പെടുമായിരിക്കും. അങ്ങനെ മനസ്സകന്നു തുടങ്ങുമ്പോൾ ഈ താലി തനിക്ക് തന്നെ ഒരു ഭാരമാവും. തൻ്റെ സന്തോഷങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തല്ലി തകർത്തു എന്ന് ശപിച്ചുകൊണ്ട് താൻ തന്നെ ഇത് വലിച്ചെറിയും എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ താലിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് സച്ചിയെ വിഷമത്തോടെ നോക്കുകയാണ് അച്ചു. വീണ്ടും സച്ചി പറയുന്നു, അതുകൊണ്ട് താൻ ഈ വീട് വിട്ടു പോകുമ്പോൾ ഇത് തൻ്റെ കഴുത്തിൽ ഉണ്ടാവാൻ പാടില്ല. താലിയിലേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ് അർച്ചന. ഞാൻ തന്നോട് ചെയ്ത എല്ലാ അപരാധങ്ങളുടെയും അവസാന വരിയായി ഇത് എഴുതി ചേർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ മുറിക്ക് പുറത്തേക്ക് പോവുകയാണ് സച്ചി. അർച്ചനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പുറത്തേക്ക് പോയ സച്ചി അർച്ചനയെ വിവാഹം കഴിച്ച ഓരോ നിമിഷങ്ങളും ആലോചിക്കുന്നുണ്ട്. അർച്ചനയും അതുപോലെ തന്നെ വലിയവരുടെ സന്തോഷത്തിനും വേണ്ടി മാത്രമുള്ള ഒരു വിവാഹം. ശേഷം കാണിക്കുന്നത് മുറിയിൽ അനഘയ്ക്ക് ചായയുമായി വന്നിരിക്കുകയാണ് മീര. അനഘ അവിടെയൊക്കെ വിളിക്കുന്നുണ്ട്. അനഘയ്ക്ക് ചായയും കൊടുത്തു. ആ ചായ കുടിച്ചതിന് ശേഷം അനഘ ചോദിക്കുന്നു, ഇതെന്താണെന്നാ പറഞ്ഞത്? ചായ എന്ന് മീരയും. ഓഹോ, ഇതാണോ ചായ എന്ന് ദേഷ്യത്തോടെ അനഘയും ചോദിക്കുന്നുണ്ട്. ഇതെന്താ കുഴപ്പം? ഇവിടെ അച്ഛനുൾപ്പെടെ ഇതാണല്ലോ കുടിച്ചത്. വേറെ ആരുടെയും കാര്യം എനിക്കറിയില്ല. കടുപ്പം കൂടുതൽ വേണം, മധുരം ഇത്രയും വേണ്ട. പാലുകൂട്ടി വെള്ളം കുറച്ച് സ്ട്രോങ് ചായ, അതാണ് എൻ്റെ പാകമെന്ന് അനഘ പറയുന്നുണ്ട്. ആണോ? എങ്കിൽ പിന്നെ ഇവിടെ അടുത്ത എവിടെയെങ്കിലും ചായക്കടയിലേക്ക് പോയാൽ മതി, രാവിലെ തന്നെ. എല്ലാവരും കുടിക്കുന്നത് പോലെ കുടിക്കാൻ കഴിയില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യണം, രാവിലെ ഉറക്കം എണീറ്റ് അടുക്കളയിൽ ചെന്ന് സ്വന്തമായി അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കണം. അതിന് പറ്റില്ലല്ലോ, അപ്പോൾ ഇതങ്ങ് കഴിച്ചാൽ മതി. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ചായ മേശപ്പുറത്ത് കൊണ്ട് വെക്കുകയാണ് അനഘ. നീ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാൻ ഇവിടെ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ? മര്യാദയ്ക്കെടുത്ത് കുടിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വരൂപം ഇപ്പോൾ നീ അറിയും. ഈ ചൂട് ചായ എടുത്ത് നിന്റെ മുഖത്തൊഴിക്കും. നിവൃത്തിയില്ലാതെ ആ ചായ തന്നെ അനഘ കുടിക്കുന്നു. വല്ലപ്പോഴൊക്കെ അടുക്കളയിലേക്ക് ഒന്ന് വരാം കേട്ടോ. ഏതവനെങ്കിലും വന്ന് കെട്ടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അവന് ഒരു ഗ്ലാസ് ചായെങ്കിലും തിളപ്പിച്ചു കൊടുക്കാൻ പറ്റിയാലോ? കഷ്ടം എന്ന് പറഞ്ഞ് മീര പുറത്തേക്ക് പോകുന്നുണ്ട്. നിവൃത്തിയില്ലാതെ ചായയും കുടിച്ച് നിൽക്കുകയാണ് അനഘ. ആ സമയത്താണ് അവന്തിക പറഞ്ഞ കാര്യം അനഘ ആലോചിക്കുന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കുള്ള ഒരു മാറണം. സന്ദീപ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയം ഒരു സാരിയൊക്കെ ചുറ്റി കയ്യിൽ ചായയുമായിട്ട് അനഘ സന്ദീപിന്റെ മുന്നിൽ ചെന്നു. എന്താ എന്ന് സന്ദീപ് ചോദിക്കുന്നു. ദേ ചായ എന്ന് അനഘയും. ഇവിടെ എന്താ ചായ കച്ചവടോ? ദേ ഒരു ഗ്ലാസ് ചായ ഇരിക്കുന്നു. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഇത് എൻ്റെ സ്പെഷ്യൽറ്റിയാണ്. ഞാൻ ഇന്റർനെറ്റിൽ നോക്കി ഉണ്ടാക്കിയതാണ്, ഒന്ന് കുടിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറഞ്ഞേ പ്ലീസ്. ആ സമയം സന്ദീപ് അനഘയുടെ വേഷം ശ്രദ്ധിക്കുന്നു. ഇതെന്താ സന്ദീപ് ഇങ്ങനെ നോക്കുന്നത്? ഈ വേഷം ഇങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്ന് അനഘ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു, വേഷമൊക്കെ കൊള്ളാം, പക്ഷേ സാരി നിനക്ക് ഒട്ടും മാച്ച് ആവുന്നില്ല. ആണോ? എങ്കിൽ പിന്നെ വേറെ ഒന്ന് മാറ്റി എടുത്തിട്ട് വരട്ടെ എന്ന് അനഘയും. വേണമെന്നില്ല, അത് സാരിയുടെ കുഴപ്പമല്ലെന്ന് സന്ദീപ്. ഓ, എന്നെ കളിയാക്കിയതാണല്ലേ? ചായ കുടിച്ചതിന് ശേഷം സന്ദീപ് പറയുന്നു, ഇത് എവിടെ നോക്കി പഠിച്ചതാണെന്നാ പറഞ്ഞത്? അനഘ പറയുന്നു, ഇന്റർനെറ്റിൽ. ഇനി ഇതുപോലെ ഓരോ വെറൈറ്റി ചായ ഉണ്ടാക്കി തരാം ഞാൻ. ചായ കുടിക്ക് എന്ന് പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ച് അനഘ പുറത്തേക്ക് പോയ സമയം അവിടെ നേരത്തെ കൊണ്ടുവച്ചിരുന്ന ചായ എടുത്ത് കുടിക്കുകയാണ് സന്ദീപ്. അനഘ താഴേക്ക് വന്നപ്പോൾ സ്നേഹ ഞെട്ടലോടെ അനഘയോട് ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെയെന്ന്. അനഘ പറയുന്നു, എന്താ എൻ്റെ ചേഞ്ച് ഓവർ കണ്ട് ഞെട്ടിയോ? ഇനി മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും. അതൊക്കെ ഇതിന് പിന്നിലെ ഉദ്ദേശം എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, അത് വളരെ വലുതാണ്. ഇവിടെ നിന്റെ ഏട്ടത്തിമാരൊക്കെ സാരി ഇവിടുത്തല്ലേ നടക്കുന്നത്. അപ്പോൾ ഞാനും കരുതി ഈ വേഷം മതിയെന്ന്. രാവിലെ തന്നെ എന്നെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സന്ദീപ്. എന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്ന് സംശയത്തോടെ സ്നേഹ പറഞ്ഞപ്പോൾ അനഘ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു, ഇനി എന്താ നിന്റെ അഭിപ്രായം പറഞ്ഞോ? ഇപ്പോഴത്തെ ഒരു കീഴ്വഴക്കം വെച്ചിട്ട് പറയാം. സൂപ്പർ.
താങ്ക് യു. അയ്യോ, സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അച്ഛനെ മരുന്ന് കൊടുക്കാൻ വൈകി എന്ന് പറഞ്ഞ് അനഘ പോയപ്പോൾ സംശയത്തോടെ വീണ്ടും സ്നേഹം നിൽക്കുന്നു. ഇവളുടെ ഉള്ള ബോധവും പോയോ? ഗുഡ് മോർണിംഗ് അങ്കിൾ എന്ന് പറഞ്ഞ് സേതുവിന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് അനഘ. ഇതെന്താ പുതിയ വേഷം എന്ന് സേതു പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, ഇതെന്താ എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുന്നത്? സ്നേഹയും ചോദിച്ചു. അത് പിന്നെ മോളെ, ഈ രൂപത്തിൽ ആരും കണ്ടിട്ടില്ലല്ലോ. ഈ രൂപം മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക്സ് അങ്കിൾ. പിന്നെ ഞാൻ രാവിലെ വന്നത് അങ്കിളിന് മെഡിസിൻ എടുത്ത് തരാനാണ്. അതിന് മോൾക്കറിയോ രാവിലെ കഴിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന്? എനിക്ക് തന്നെ ഇപ്പോഴും കൺഫ്യൂഷനാണ്. അർച്ചന മോൾക്കാണെങ്കിൽ അത് കാണാപ്പാടാണ്. ഇതിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പേര് വായിച്ചാൽ മനസ്സിലാവും, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ആ മെഡിസിനൊക്കെ എടുത്ത് നോക്കുകയാണ് അനഘ. എന്നാൽ അത് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ, ഇതിലേതാ രാവിലെ കൊടുക്കേണ്ടത്? ഏതെങ്കിലും എടുത്തു കൊടുത്ത് കിളവൻ തട്ടിപ്പോയാൽ അത് എൻ്റെ തലയിലാവുകയും ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ടെൻഷനോടെ അനഘ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം മുറിയിൽ അർച്ചന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചി പറഞ്ഞതിനെ പറ്റി. സച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പല സമയത്തും അർച്ചനയെ തൻ്റെ ഭാര്യയെ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും അർച്ചനയോട് സ്നേഹമുണ്ട്, എന്നാൽ അത് തുറന്നു പറയാൻ ഒരു മടിയാണ് സച്ചിക്ക്. ഈ സമയം സേതു അനഘയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന്? ഏയ് നത്തിങ് എന്ന് പറഞ്ഞ് കണ്ണു അടച്ച് അതിൽ നിന്നും ഒരു ഗുളിക എടുക്കുകയാണ് അനഘ. ആ ഗുളികയും വെള്ളമെടുത്ത് സേതുവിന് കൊടുത്തിട്ട് പറയുന്നു, ഇതാ രാവിലെ കഴിക്കേണ്ടതെന്ന്. മോളെ, സ്ഥിരം കഴിക്കുന്നത് ഇതല്ല എന്നെ സേതു ചോദിച്ചപ്പോൾ അനഘ പറയുന്നു, അങ്ങനെ വരാൻ വഴിയില്ലെങ്കിൽ സാധാരണ ഏതാണ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് ടാബ്ലറ്റിന്റെ പുറത്ത് എഴുതി വെക്കേണ്ടതാണ്. അതിപ്പോൾ ചെയ്തിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അർച്ചന മോൾക്ക് അതിന്റെ ആവശ്യമില്ല. ഏത് സമയത്ത് ഏത് ടാബ്ലറ്റ് എന്ന് കണ്ണടച്ചെടുക്കും അർച്ചന, അത്രയ്ക്ക് നിശ്ചയമാണ് എന്നൊക്കെ അർച്ചനയെ പുകഴ്ത്തി പറയുകയാണ് സേതു. നമുക്കൊരു കാര്യം ചെയ്യാം, അർച്ചന മോളോട് ചോദിക്കാം. ഇനി സംശയം വല്ലതും ഉണ്ടെങ്കിൽ അവളോട് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അർച്ചനയെന്ന് വിളിച്ച് സേതു അർച്ചനയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അർച്ചനയെ വിളിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചന പെട്ടെന്ന് കണ്ണുനീര് തുടച്ചിട്ട് അച്ഛൻ്റെ വിളി കേട്ട് താഴേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ ഡിവോഴ്സ് പേപ്പർ അവിടെ തന്നെ ഇരിക്കുകയാണ്. കാറ്റത്ത് പറന്ന് അത് തറയിലേക്ക് വീഴുകയും ചെയ്യുന്നു. മോളെ വിഷമിക്കേണ്ട, അർച്ചന ഇപ്പോൾ വരുമെന്ന് അനഘയോട് പറയുകയാണ് സേതു. അർച്ചന അവിടെ എത്തിയപ്പോൾ സേതു പറയുന്നുണ്ട്, മോളെ, ഞാൻ രാവിലെ കഴിക്കുന്ന മരുന്നൊക്കെ ഏതാണെന്ന് അനഘയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കും. രാവിലത്തെ മാത്രമല്ല, എല്ലാം പറഞ്ഞു തരണമെന്ന് അനഘ. ആ സമയം അച്ചുവിൻ്റെ അന്വേഷിച്ച് ആവണി അച്ചുവിൻ്റെ മുറിയിലേക്ക് വന്നു. ആപ്പിൾ വേണോ എന്നൊക്കെ ചോദിച്ച് ഒരാപ്പിൾ കൈവച്ച് ഇങ്ങനെ തട്ടിക്കളിച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് ആവണിയുടെ കയ്യിൽ നിന്നും ആപ്പിൾ താഴെ വീഴുന്നു. ആ ഡിവോഴ്സ് പേപ്പർ വീണ സ്ഥലത്തേക്കാണ് ആപ്പിൾ വീണത്. ആപ്പിൾ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഡിവോഴ്സ് പേപ്പറും എടുക്കുകയാണ് ആവണി. പച്ച പേപ്പറോ എന്നും പറയുന്നുണ്ട്. മോളെ ഇങ്ങ് വന്നേ എന്ന് മീര വിളിക്കുന്നു. ആ പേപ്പറുമായി ആപ്പിളുമായി താഴേക്ക് പോവുകയാണ് ആവണി. ആ സമയം സേതുവിൻ്റെ മുറിയിൽ അനഘയോട് അർച്ചന പറയുന്നു, ഇതൊന്നും ഇപ്പോൾ കഴിക്കേണ്ടതല്ല, ഓപ്പറേഷൻ സമയത്ത് അച്ഛന് കഴിക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതെല്ലാം ഒരു ബോക്സിലാക്കി വെച്ചതാണ്. ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് ആണ്. ഞെട്ടലോടെ അനഘ സേതുവിനെ നോക്കുന്നു. ഭാഗ്യത്തിന് മോളെ വിളിക്കാൻ തോന്നിയതെന്ന് സേതുവും പറയുന്നുണ്ട്. നീ ഇതെവിടെ പോയതായിരുന്നോ? ദാ ഈ പാല് കുടിക്കുക, സമയത്ത് ഒരു ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് മീര ആവണിയോട് പാല് കുടിക്കാൻ നിർബന്ധിക്കുന്നു. ആദ്യം അമ്മയെ ആപ്പിളൊന്ന് കട്ട് ചെയ്ത് തരാൻ ആവണി മീരയോട് പറയുന്നുണ്ട്. പാല് വേണ്ട എന്ന് ആവണിയും. ഇതെവിടുന്ന ഈ പേപ്പർ എന്ന് പറഞ്ഞ് ആവണിയുടെ കയ്യിലിരിക്കുന്ന പേപ്പർ മീര വാങ്ങിച്ചു നോക്കുന്നു. അച്ചു ആൻറ്റിയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാണെന്ന് ആവണിയും പറയുന്നുണ്ട്. നിനക്ക് എന്തിനാ ഇത്? സച്ചിയുടെ ഓഫീസിലെ മറ്റതുമായിരിക്കും. ഇതൊക്കെ നിനക്ക് കീറിക്കളയാനുള്ളതല്ല, സൂക്ഷിച്ചു വെക്കണോ ഇത് എന്ന് പറഞ്ഞ് ആ പേപ്പർ ടേബിളിന്റെ മുകളിലേക്ക് വെച്ചിട്ട് മീര പോകുന്നു. ആ പേപ്പർ ഒന്ന് നോക്കിയത് പോലുമില്ല. ആവണിയാണെങ്കിൽ ആ പാൽ ഗ്ലാസ് ആ ഡിവോഴ്സ് പേപ്പറിന്റെ മുകളിലായി വെച്ചിട്ട് പോകുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ ആ ഗുളികളൊക്കെ ഏതൊക്കെയാണ് കഴിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ അനഘയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കാലുവേദനയ്ക്ക്, ഇത് കൊളസ്ട്രോളിന്, ഇത് നീർക്കെട്ട് മാറാൻ, അങ്ങനെ പല പല ഗുളികയുടെ കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ടെൻഷനോടെ അനഘ പറയുന്നു, ഇതെല്ലാം കൂടി എങ്ങനെ ഓർത്ത് വയ്ക്കാനാ? ഇതിൻ്റെ പേരും കഴിക്കുന്ന വിധം ഒരു പേപ്പറിൽ എഴുതി തന്നാൽ മതി. പെട്ടെന്നാണ് പേപ്പറിൻ്റെ കാര്യം അർച്ചന ആലോചിക്കുന്നത്. അയ്യോ, ഇതൊന്ന് പിടിച്ചേ. അച്ഛാ, ഞാൻ ഇപ്പോൾ വരാമേ, ഇപ്പോൾ ഒരു കാര്യം മറന്നുപോയി. ഇപ്പോൾ നീ ഈ ഗുളിക അച്ഛന് കൊടുക്കുക, ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് അനഘയെ ഒരു ഗുളിക ഏൽപ്പിച്ചിട്ട് ടെൻഷനോടെയും വെപ്രാളത്തോടെയും അർച്ചന മുറിയിലേക്ക് പോകുന്നു. ഓടിപ്പോവുകയാണ്. ആ ഡിവോഴ്സ് പേപ്പർ അവിടെ ഉണ്ടോയെന്ന് നോക്കാൻ പോവുകയാണ്. എന്നാൽ അത് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നു. അവിടെയൊക്കെ ആ പേപ്പർ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എങ്ങും പേപ്പർ കാണുന്നില്ല. ഈശ്വര, ഇത് ഇവിടെ വെച്ചതാണല്ലോ, ഇത് എവിടെ പോയി? ഈ സമയം അനഘയുടെ മുറിയിൽ നിന്നും അനഘയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് മുഖത്ത് തേക്കുകയാണ് ആവണി.
കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് മീശയായിട്ട് വെച്ചിട്ട് താൻ മന്ത്രിയാണെന്നും താൻ രാജാവാണെന്നും എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുകയാണ് ആവണി. ആ സമയം അനഘ അവിടേക്ക് വന്ന് ആവണിയെ വഴക്ക് പറയുന്നു. അയ്യോ മന്ത്രി, രാജാവിനെ കൊല്ലല്ലേ മന്ത്രി എന്നൊക്കെ ആവണി വാശി പിടിക്കുന്നുണ്ട്. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ സാധനങ്ങളൊന്നും എടുക്കരുതെന്ന് ആവണി പറയുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ അങ്ങനെ പല സാധനങ്ങളും കാണും. ഞാനിവിടെ കുറച്ച് എലിവിഷം വാങ്ങിച്ചു വെച്ച അതും നീ എടുത്ത് തിന്നുവോ എന്ന് അനഘ പറഞ്ഞപ്പോൾ ആവണി പറയുന്നുണ്ട് അത് തിന്നാൽ ചത്തു പോവില്ലേന്ന്. അപ്പോൾ അറിയാം, മറ്റുള്ളവരുടെ സാധനം എടുക്കരുതെന്ന് മാത്രം അറിയില്ല അല്ലേ എന്ന് അനഘ പറയുന്നു. അപ്പോൾ ചുണ്ടിലിടാനുള്ള ലിഫ്റ്റിക്കാണ് മീശയായിട്ടിട്ടിരിക്കുന്നത്. ഇത് ചുണ്ടിലിടാനുള്ളതാണ്, അല്ലാതെ ഇങ്ങനെ ഗോസ്റ്റ് കാണിക്കാനുള്ളതല്ല. നീ നിന്റെ അമ്മയും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് തന്നെ മറ്റുള്ളവരുടെ സമാധാനം ഇല്ലാതാക്കാനാണോ എന്നൊക്കെ അനഘ പറഞ്ഞപ്പോൾ ആവണി പറയുന്നു. എൻ്റെ പൊന്നു മന്ത്രി, അല്ല രാജാവേ, അല്ല ആൻറ്റി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനൊരു കൊച്ചല്ലേ? കൊച്ചു കുട്ടികളെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്താൽ പോലീസ് പിടിക്കും. നീ ആള് കൊള്ളാലോ, എന്നെ പോലീസ് പിടിക്കട്ടെ, മേലിൽ എൻ്റെ സാധനങ്ങൾ എടുത്തു പോവരുത് എന്ന് പറഞ്ഞ് നിവർത്തിയില്ലാതെ ബെഡിലേക്ക് ഇരിക്കുകയാണ് അനഘ. ആവണി പറയുന്നു, ഒരു കാര്യം ചെയ്യാം, ഒരു ലിഫ്റ്റിക്കും മറ്റൊരു ലിഫ്റ്റിക്കും ഞാൻ എടുക്കാം, ആൻറ്റി വേറെ വാങ്ങിച്ചോ. അമ്മയോടും അച്ഛനോടും പറഞ്ഞാൽ അവർ വാങ്ങിത്തരില്ല, അതാണ്. ഈ സമയം ആ മുറി മുഴുവനും ആ ഡിവോഴ്സ് പേപ്പർ അന്വേഷിക്കുകയാണ് അർച്ചന. സേതു അവിടേക്ക് വന്നു. സച്ചി അവിടേക്ക് വന്നിട്ട് അർച്ചനയോട് സംസാരിക്കുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ ആ പേപ്പർ അന്വേഷിക്കുകയാണ് അവിടെ മുഴുവനും അർച്ചന. ആ സമയത്താണ് അമ്പിളി അവിടേക്ക് വന്ന് ആ പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. പാൽ ഗ്ലാസിന്റെ അടിഭാഗത്തിരുന്ന ആ പേപ്പർ കാണുന്നില്ലായിരുന്നു. കാറ്റത്ത് അത് പറന്ന് സോഫയിലിരിക്കുന്ന സേതുവിന്റെ അടുത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. പെട്ടെന്ന് സേതുവിനൊരു ഫോൺ കോൾ വരുന്നു. ന്യൂസ് പേപ്പർ അവിടെ വെച്ചിട്ട് സേതു എണ്ണിക്കാൻ പോകുന്നു. സേതുവിന്റെ തൊട്ട് മുന്നിലാണ് ആ ഡിവോഴ്സ് പേപ്പർ കിടക്കുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.